തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം. അതിക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് VS ആണ് പോലീസിന്റെ അതിക്രൂര മർദ്ദനം നേരിട്ടത്. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, അതിക്രൂരമായാണ് യുവാവിനെ അടിക്കുന്നത്. 3 പോലീസുകാർ ചേർന്നാണ് മർദ്ദിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ 2023 ഏപ്രിൽ 5 നടന്ന സംഭവത്തിൻ്റെതാണ്. കുന്നംകുളം ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം നേതാവായിട്ടുള്ള KC സുജിത്തിനാണ് VS സുജിത്തിനാണ് ഈ പോലീസുകാരുടെ അതിക്രൂര മർദ്ദനം നേരിട്ടത്. അന്നേ ദിവസം രാത്രി ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുജിത്തിൻ്റെ സുഹൃത്തുക്കളെ പോലീസ് ഉദ്യോഗസ്ഥർ SIയുടെ നേതൃത്വത്തിലെത്തിയ ജീപ്പിൽ പെട്രോളിംഗ് ഡ്യൂട്ടിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇത് പൊതുപ്രവർത്തകനായ സുജിത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെ SI ന്യൂമാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ സുജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മദ്യപിച്ച് പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസുകാരെ അസഭ്യം പറഞ്ഞു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അന്നേ ദിവസം രാത്രി 2023 ഏപ്രിൽ 5 രാത്രി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സുജിത്തിനെ വസ്ത്രം ഷർട്ട് ഊരിമാറ്റി മുണ്ട് മാത്രം എടുത്താണ് വഴിയരികിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഈ യുവാവിനെ സംഘം ചേർന്ന് പോലീസുകാർ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സുജിത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നും പോലീസുകാരുടെ കയ്യേറ്റം ചെയ്തെന്നും ഓഫീസ് ഡ്യൂട്ടികൾക്ക് അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് പോലീസ് ഉന്നയിച്ചത്. അന്നേ ദിവസം തന്നെ പോലീസ് പിറ്റേ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ശ്രമവും നടത്തി. പക്ഷേ വൈദ്യപരിശോധനയിലടക്കം സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായതോടുകൂടി കോടതി ഈ ചെറുപ്പക്കാരന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതുകൊണ്ടും നിയമപോരാട്ടം അവസാനിപ്പിക്കാത്ത സുജിത്ത് കോടതിയെ സമീപിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നേരിട്ട് കേസെടുക്കുകയും മറ്റും ചെയ്തു. ഇതിനിടയിൽ സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മുഖേനയും അല്ലാതെയുമായി സുജിത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇത് നൽകാൻ തയ്യാറായില്ല. ഒടുവിൽ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. വിവരാവകാശ കമ്മീഷൻ ആദ്യം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ച ഉത്തരവിട്ടെങ്കിലും CCTV ദൃശ്യങ്ങൾ കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഇത് ദൃശ്യങ്ങൾ കൈമാറാൻ സുജിത്തിന് നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകുകയും ആ പരാതിയിൽ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ സുജിത്തിൻ്റെയും മൊഴിയെടുക്കുകയും വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് അസാധാരണമായി പോലീസ് സ്റ്റേഷനിലെ വിഷ്വലുകൾ പരാതിക്കാരന് കൈമാറണമെന്ന് സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു കേസാണ് ഇത്തരത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിടുന്നത്. അതുപ്രകാരം പോലീസ് നിർബന്ധിതരായി ഈ ദൃശ്യങ്ങൾ കൈമാറുകയായിരുന്നു. അവിടെയാണ് ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നത്. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ തങ്ങളുടെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സംഘം ചേർന്ന് മർദ്ദിക്കുന്നത്. സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. ഒരാളുടെ മുഖമടച്ച് അടിക്കുന്നു, കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അത് ഈ ദൃശ്യങ്ങളിൽ നേരിട്ട് കാണുന്നതാണ് നമ്മൾ കാണുന്നത്. തടഞ്ഞു വെച്ച് സംഘം ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ യുവാവിനെ മർദ്ദിക്കുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. കുന്നംകുളത്തെ അന്നത്തെ CI ആയിട്ടുള്ള ന്യൂമാൻ, അതോടൊപ്പം തന്നെ CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ ചേർന്നാണ് ഈ യുവാവിനെ വളഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത്, ഈ ദേഹോദ്രവം ഏൽപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരപരാധിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോയി വരാം. ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാനൊരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും കൂടിയിട്ടാണ്.
അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈകിട്ട് സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യങ്ങളും കാണാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസാരം ഉണ്ടായത്, വാക്കാരൊക്കെ ഉണ്ടായത്. അപ്പോൾ പേടിയ കാരണം നമ്മൾ വിളിച്ചിട്ട് പോലീസിനായിട്ട് സംസാരിക്കേണ്ട സമയത്താണ് എൻ്റെ കോളർ വലിച്ച് കയറ്റി ജീപ്പിൽ കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് കൊടുന്നത്. അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എൻ്റെ മാത്രമേ കൊടുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. ആള് ഒന്നിയോ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു.